അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വ ആലി കുല്ലി വസ്വഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. അർഷദി മീലാദ് സെമിനാറിൽ തിരുമൊഴികളിലെ മൗലിദ് വേരുകൾ എന്ന ശീർഷകത്തിൽ പ്രബന്ധാവതരണമാണ് എന്നിലർപ്പിതമായത്. സർവ്വലോകത്തിനും കാരുണ്യമായി ജന്മം കൊണ്ട മുഹമ്മദിനിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീലാദ് ലോക മുസ്ലിമീങ്ങൾ സന്തോഷപൂർവ്വം ആഘോഷിക്കുകയാണ്. മീലാദാഘോഷങ്ങളുടെ പ്രാമാണിക ചർച്ചകളിൽ ഹബീബ് മുഹമ്മദിനിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമൊഴികൾ, ക്രോഡീകൃതമായ ഹദീസ് ഗ്രന്ഥങ്ങൾ നമ്മോട് സംവദിക്കുന്നുണ്ട്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അവിടുത്തെ ജന്മദിനത്തിന് പ്രത്യേകതയുണ്ടെന്ന് പഠിപ്പിച്ചത് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും. അൻ അബീ ഖതാദ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുഇല അൻ സൗമിൽ ഇസ്നൈൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തിങ്കളാഴ്ച ദിവസത്തെ നോമ്പിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടു. ഫഖാല ദാലിക യൗമുൻ ഉലിത്തു ഫീഹി, ആ ദിവസം എന്നെ പ്രസവിക്കപ്പെട്ട ദിവസമാണ്. തങ്ങൾ മറുപടി പറഞ്ഞു, പരിശുദ്ധ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ഹബീബായ തങ്ങൾ ജന്മം കൊണ്ട കാരണത്താൽ വർഷത്തിലെ എല്ലാ തിങ്കളാഴ്ചക്കും പ്രത്യേകതയുണ്ടെന്ന് തങ്ങൾ തന്നെ പഠിപ്പിക്കുകയാണ്. തിങ്കൾ മാത്രമല്ല, ആ മാസം മുഴുവൻ പ്രത്യേകതയുണ്ടെന്ന് ഇമാമിങ്ങൾ വിവരിച്ചതായി കാണാൻ കഴിയും. ഇമാം ഇബ്നുൽ ഹാജർ റഹിമഹുല്ലാ അവിടുത്തെ ഗ്രന്ഥമാകുന്ന അൽ മദ്ഖലിൽ രേഖപ്പെടുത്തുകയാണ്, അഷാറ അലൈഹിസ്സലാത്തു വസ്സലാം ഇലാ ഫളീലത്തി ഹാദ ശഹരി ബിഖൗലിഹി അലൈഹിസ്സലാത്തു വസ്സലാം ലിസ്സായിലി അല്ലദീ സഅലഹു അൻ സൗമി യൗമിൽ ഇസ്നൈനി ഫഖാല ലഹു അലൈഹിസ്സലാത്തു വസ്സലാം ദാക യൗമുൻ ഉലിത്തു ഫീഹി. തിങ്കളാഴ്ച നോമ്പിനെ കുറിച്ച് ചോദിച്ചവരോട് ഞാൻ ജനിച്ച ദിവസമാണെന്ന തങ്ങളുടെ മറുപടി മഹത്തായ ഈ മാസത്തിന്റെ പ്രത്യേകതയിലേക്ക് ഇഷാറത്ത് നൽകുന്നു. ഫതശ്രീഫു ഹാദൽ യൗമി, ഈ ദിവസത്തിലുള്ള പ്രത്യേകത മുതളമ്മിനുൻ ലിതശ്രീഫി ഹാദ ശഹ്രി അല്ലദീ ഉലിദ ഫീഹി, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച റബീഉൽ അവ്വലിലെ മുഴുവൻ ദിവസങ്ങൾക്കുമുണ്ടെന്ന് മഹാനായ ഇബ്നുൽ ഹാജർ റഹിമഹുല്ലാ രേഖപ്പെടുത്തുകയാണ്. തുടർന്നുകൊണ്ട് മഹാനവകൾ രേഖപ്പെടുത്തുന്നു, ആ ജന്മം കൊണ്ട് ആ തിരുതങ്ങൾക്ക് ജന്മം കൊടുത്ത ദിവസവും ആ മാസവും നമ്മൾ ആദരിക്കേണ്ടതുപോലെ ആദരിക്കേണ്ടതാണെന്ന് വ്യക്തമായി പഠിപ്പിക്കുകയാണ്. തങ്ങൾ ജനിച്ച ദിവസത്തിനും മാസത്തിനും യാതൊരു പ്രത്യേകതയില്ല എന്ന വാദഗതികളുമായി നാട് ചുറ്റുന്ന ബിദ്അകളുടെ ചങ്കിൽ തിറക്കുന്ന ഹദീസ് വിശദീകരണവുമാണ് ഇബ്നുൽ ഹാജർ റഹിമഹുല്ലാ നമ്മോട് പഠിപ്പിക്കുന്നത്. തങ്ങൾ ജനിച്ച ദിവസത്തിനും മാസത്തിനും പ്രത്യേകതയുണ്ടെന്നും ആഘോഷിക്കണമെന്നും പഠിപ്പിച്ച ആരംഭപ്പൂവായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നന്ദി പ്രകടിപ്പിച്ചതിന് രേഖയായി ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് വായിക്കാം. عن أنس رضي الله عنه أن النبي صلى الله عليه وسلم عق عن نفسه بعد النبوة. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബൂവത്തിന് ശേഷം തന്റെ ശരീരത്തിന് വേണ്ടി അറുത്തു കൊടുത്തു. അൽ ഹാഫിദ് ഇമാം സുയൂത്തി റഹിമഹുല്ലാ അൽ ഹാവിലിൽ ഫതാവ 1-ാം വാള്യം 261-ാം പേജിൽ വിശദീകരിക്കുന്നു, മാ അന്നഹു ഖദ് വറദ അന്ന ജദ്ദഹു അബ്ദുൽ മുത്തലിബ് അഖ അൻഹു ഫീ സാബിഇ വിലാദത്തിഹി, ഉപ്പാപ്പയായ അബ്ദുൽ മുത്തലിബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിച്ച 7-ാം ദിവസം അഖീഖ അറുത്തു കൊടുത്തത് രേഖകളിൽ വന്നിട്ടുള്ളതാണ്. ഫയുഹ്മലു ദാലിക അലാ അന്നല്ലദീ ഫഅലഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറുത്തു കൊടുത്തെന്ന ഹദീസിനെ ചുമത്തപ്പെടണം. ഇദ്ഹാറുൻ ലിശ്ശുക്രി അലാ ഈജാദില്ലാഹി ഇയാഹു റഹ്മത്തൻ ലിൽ ആലമീൻ. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്തിന് കാരുണ്യമായി അല്ലാഹു സൃഷ്ടിച്ചതിനുള്ള നന്ദി പ്രകടനമായിട്ടാണ് തങ്ങൾ അറിവ് നടത്തിയത്. വതശ്രീഉൻ ലി ഉമ്മത്തിഹി, തിരുജന്മത്തിൽ നന്ദി പ്രകടനം ശരീഅത്ത് നിയമമാക്കി സമുദായത്തിന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
തങ്ങൾ അറിവ് നടത്തിയത്. അതുകൊണ്ട് തങ്ങളുടെ ജന്മം കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കൽ നമുക്ക് സുന്നത്താണ്. നബിദിനാഘോഷത്തിന്റെ ഭാഗമായി നാം സംഗമിക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാൻ കഴിയുന്ന വ്യത്യസ്ത പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതും സന്തോഷപ്രകടനം കൊണ്ട് നന്ദി പ്രകടിപ്പിക്കുന്നതും സുന്നത്തായ കർമ്മമായി അൽ ഹാഫിൽ ഇമാം സുയൂത്തി റഹിമഹുല്ലാ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. തങ്ങളുടെ ജന്മം കൊണ്ട് സന്തോഷിക്കുന്ന വിശ്വാസികൾക്കു നേരെ അനാചാരത്തിന്റെ വിഷവിത്ത് വിതറുന്ന നവീനവാദികളുടെ എല്ലാ വാദങ്ങളെയും തള്ളിക്കൊണ്ട് ത്വാഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമൊഴികൾ തുടരുകയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഖാല ഉർവത്തുൻ വസുവൈബത്തു മൗലാത്തു അബീ ലഹബിൻ കാന അബൂ ലഹബിൻ അഅതഖഹാ. അബൂ ലഹബിന്റെ അടിമ സ്ത്രീയായ സുവൈബത്തുൽ അസ്ലമിയയെ അവരുടെ അനുജനായ അബ്ദുള്ള ആമിന റളിയല്ലാഹു അൻഹുമാ ദമ്പതികളിൽ ഒരാൺ കുഞ്ഞ് ജനിച്ചുവെന്ന സന്തോഷ വാർത്ത അറിയിച്ചതിന് അബൂ ലഹബ് സുവൈബത്തുൽ അസ്ലമിയയെ മോചിപ്പിച്ചു. ഫഅറളഅത്തിൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുവൈബത്തുൽ അസ്ലമിയ തങ്ങൾക്ക് മുല കൊടുത്തു. ഫലമ്മാ മാത അബൂ ലഹബ് ഉരിയഹു ബഅദു അഹ്ലിഹി ബിശർരി ഹൈബത്തിൻ. അബൂ ലഹബ് മരണപ്പെട്ടപ്പോൾ അയാളുടെ കുടുംബത്തിൽപ്പെട്ട ചിലർ മോശമായ അവസ്ഥയിൽ അദ്ദേഹത്തെ ദർശിച്ചു. ഖാല ലഹു മാദാ ലഖീത. അദ്ദേഹത്തോട് ചോദിച്ചു, എന്തെല്ലാമാണ് നിന്റെ അവസ്ഥ? ഖാല അബൂ ലഹബിൻ ലം അൽഖ ബഅദകും ഖൈറാ. നിങ്ങളിൽ നിന്നും പിരിഞ്ഞ ശേഷം നല്ലതായി എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല. ഗൈറ അന്നി സുഖീതു ഫീ ഹാദിഹി ബിഇതാഖതി സുവൈബ. സുവൈബയെ മോചിപ്പിച്ചതു കാരണം വിരലിലൂടെ കുടിപ്പിക്കപ്പെടുന്നു. ഈ ഹദീസ് വിശദീകരിച്ച് ഇമാം അൽ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഫത്ഹുൽ ബാരിയുടെ 11-ാം വാള്യം 403-ാം പേജിലും അൽ ഹാഫിദ് ഇബ്നു കസീർ അൽ ബിദായത്ത് വൻ നിഹായയുടെ 2-ാം വാള്യം 353-ാം പേജിലും രേഖപ്പെടുത്തുന്നു. അബൂ ലഹബിനെ കണ്ടത് അവരുടെ സഹോദരനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവാണ്. വദാലിക അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വലിദ യൗമൽ ഇസ്നൈൻ. തങ്ങൾ ജനിച്ച തിങ്കളാഴ്ച ദിവസമാണ്. വകാനത സുവൈബത്തു ബശറത്ത് അബൂ ലഹബിൻ ബിമൗലിദിഹി ഫഅതഖഹാ. സഹോദരപുത്രനെ കുഞ്ഞു ജനിച്ചു എന്ന സന്തോഷ വാർത്ത സുവൈബത്തുൽ അസ്ലമി അറിയിച്ചതോടെ അബൂ ലഹബ് സുവൈബയെ മോചിപ്പിച്ചു. ഖുർആൻ പേരെടുത്ത് തബ്ബത് യദാ അബീ ലഹബിൻ വതബ് എന്ന് പ്രഖ്യാപിച്ച അബൂ ലഹബിന് തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചതിന് എല്ലാ തിങ്കളാഴ്ചയും വിരലുകൾക്കിടയിലൂടെ വെള്ളം കുടിപ്പിച്ച് നരകശിക്ഷ ലഘൂകരിക്കപ്പെടുന്ന സംഭവം ഹദീസിന്റെ ഇമാമിയങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഈ സംഭവത്തെ വിശദീകരിച്ച് അൽ ഹാഫിദ് ശംസുദ്ദീൻ ഇബ്നു നാസിറുദ്ദീൻ ദിമശ്ഖി റഹിമഹുല്ലാഹ് തന്റെ ഗ്രന്ഥമായ മൗലിദുസ് സ്വാദി ഫീ മൗലിദിൽ ഹാദി എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നു, ഖദ് സ്വഹ അന്ന അബൂ ലഹബിൻ യുഖഫഫു അൻഹു അദാബൻ നാരി ഫീ മിസ്ലി യൗമിൽ ഇസ്നൈനി ലിഇതാഖതി സുവൈബ സുറൂറൻ ബിമീലാദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിങ്കളാഴ്ച ദിവസം അബൂ ലഹബിന് നരകശിക്ഷയിൽ നിന്നും ഇളവ് നൽകപ്പെടുന്നു എന്നത് സ്വഹീഹായ റിപ്പോർട്ട് വന്നതാണ്. ലിഇതാഖതി സുവൈബ, സുവൈബയെ മോചിപ്പിച്ചതിന് വേണ്ടി. സുറൂറൻ ബിമീലാദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് സന്തോഷിച്ച കാരണത്താൽ നരകശിക്ഷയിൽ നിന്ന് ഇളവ് നൽകപ്പെട്ടു. തുടർന്നുകൊണ്ട് മഹാനവകൾ പാടുകയാണ്, ഇദാ കാന ഹാദാ കാഫിറൻ ജാഅ ദമ്മുഹു വതബ്ബത് യദാഹു ഫിൽ ജഹീമി മുഖല്ലദാ. ശാശ്വതമായി നരകത്തിലാണെന്നും ഇരുകരങ്ങളും നശിക്കട്ടെന്ന് ഖുർആൻ പ്രഖ്യാപിച്ച ഈ കാഫിറായ അബൂ ലഹബ് അതാ അന്നഹു ഫീ യൗമിൽ ഇസ്നൈനി ദായിമാ യുഖഫഫു അൻഹു ലിസ്സുറൂരി ബിഅഹ്മദ. അഹ്മദ് തങ്ങളെ കൊണ്ട് സന്തോഷിച്ചതിന് എല്ലാ തിങ്കളാഴ്ചയും നരകശിക്ഷയിൽ നിന്നുള്ളവ നൽകപ്പെടുന്നു. ഫമല്ലന്നു ബിൽ അബ്ദില്ലദീ കാന ഉംറുഹു ബിഅഹ്മദ മസ്റൂറൻ വമാതാ മുവഹിദാ. അഹ്മദ് തങ്ങളെ കൊണ്ട് സന്തോഷിച്ച് ഏകയിലാഹി വിശ്വാസത്തിലായി മരിച്ചു പോകുന്ന അടിമക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ എത്രമാത്രമായിരിക്കുമെന്ന് മഹാനർവർകൾ ചോദിക്കുകയാണ്. ഇത്തരം തിരുമൊഴികളിലൂടെ പുണ്യമായ റബീഉൽ അവ്വലിൽ തങ്ങളുടെ മീലാദ് സന്തോഷിക്കലും സന്തോഷം പ്രകടിപ്പിക്കലും നന്ദി പ്രകടിപ്പിക്കലും ആഘോഷിക്കലും ഹദീസുകളുടെ പിൻബലമുള്ളതാണെന്ന് ബോധ്യപ്പെടുകയാണ്. മീലാദാഘോഷത്തിൽ നാം നടത്തി വരുന്ന തങ്ങളെക്കുറിച്ചുള്ള മദ്ഹ് പറഞ്ഞതിന് ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. സ്വഹാബത്ത് റളിയല്ലാഹു തആല അൻഹും തങ്ങളെക്കുറിച്ച് മദ്ഹ് ചെയ്തു പറഞ്ഞു പാടിയതും ഹദീസിന്റെ ഗ്രന്ഥത്തിൽ നമുക്ക് വായിച്ചെടുക്കാം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ
ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നുണ്ട്, ഖാലത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യളഉ ലിഹസ്സാന മിംബറൻ ഫിൽ മസ്ജിദി. പള്ളിയിൽ ഒരു മിമ്പർ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് തങ്ങൾ നിർമ്മിച്ചു കൊടുത്തു. ആ മിമ്പറിൽ നിന്ന് ഹസ്സാൻ റളിയല്ലാഹു അൻഹു മദ്ഹ് പറഞ്ഞപ്പോൾ അത് ശിർക്കാണെന്നോ കുഫ്റാണെന്നോ പറയാതെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസ്സാനിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്നല്ലാഹ യുഅയ്യിദു ഹസ്സാന ബിറൂഹിൽ ഖുദ്സി മാ നാഫഖ ഔ ഫാഖറ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങളെ കുറിച്ച് പുകഴ്ത്തി പറയുന്ന കാലത്തോളം റൂഹുൽ ഖുദ്സ് കൊണ്ട് ഹസ്സാൻ അല്ലാഹു ശക്തി നൽകട്ടെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്, സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ഒരുമിച്ച് കൂടിയിരുന്ന മൗലിദ് ഓതുന്ന രംഗം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. ജലസനാസും മിൻ റസൂലില്ലാഹി അൻ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖറജ ഹത്താ ഇദാ ദനാ മിൻഹും സമിഅഹും യതദക്കറൂനഹു. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു ഒരുമിച്ച് കൂടിയിരുന്ന് കഴിഞ്ഞകാല പ്രവാചകന്മാരുടെ മദ്ഹ് ചെയ്ത് മൗലിദ് ഓതുന്ന സമയത്ത് ആരംഭപ്പൂവായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരിലേക്ക് പ്രത്യക്ഷപ്പെട്ടു. ആ സമയത്ത് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇന്നല്ലാഹ ഇത്തഖദ ഇബ്രാഹീമ ഖലീല, മൂസാ കല്ലമഹുല്ലാഹു തക്ലീമ, ഈസാ കലിമത്തുല്ലാഹി വറൂഹുഹു, ആദം മുസ്തഫാഹുല്ലാഹ്. ഇബ്രാഹിം നബിയെയും മൂസാ നബിയെയും ഈസാ നബി അലൈഹിസ്സലാം ആദം നബി അലൈഹിസ്സലാമിനെയും ഒക്കെ മഹത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വഹാബത്തിനോട് തങ്ങൾ പറഞ്ഞത്, ഖദ് സമീഅതു കലാമക്കും വഅജബക്കും, നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയും മൂസാ നബി അലൈഹിസ്സലാമിനെയും ഈസാ നബി അലൈഹിസ്സലാമിനെയും ആദം നബി അലൈഹിസ്സലാമിനെയും മൗലിദ് ഓതുന്നത് ഞാൻ കേട്ടു. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ്, ഇന്ന ഇബ്രാഹിമ ഖലീലുല്ലാഹ് വഹുവ കദാലിക് വആദം മുസ്തഫാഹുല്ലാഹു വഹുവ കദാലിക്. എന്നാൽ എന്നെ കുറിച്ചുള്ള മൗലിദ് നിങ്ങൾ പറഞ്ഞില്ലല്ലോ എന്ന നിലയിൽ തങ്ങൾ അവിടുത്തെ മഹത്വം സഹാബത്തിനെ ആ സദസ്സിൽ പറഞ്ഞു കൊടുക്കുകയാണ്. അലാ വഅന ഹബീബുല്ലാഹ് വലാ ഫഖറ വഅന അവ്വലു ശാഫിഇൻ വഅവ്വലു മുശഫഇൻ യൗമൽ ഖിയാമത്ത് വലാ ഫഖർ. മുത്തായ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മഹത്വത്തെക്കുറിച്ച് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ഓതിക്കൊണ്ടിരിക്കുന്ന മൗലിദ് മജ്ലിസിൽ വെച്ച് പ്രത്യേകമായി എടുത്ത് പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാളിതുവരെയായി മുസ്ലിം ഉമ്മത്ത് നടത്തി വന്നിരുന്ന മീലാദ് ആഘോഷവും അതിനോടനുബന്ധമായിട്ട് മുഴുവൻ സൽക്കർമ്മങ്ങളെ കുറിച്ച് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനും കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ മൗലിദാഘോഷത്തിനും മീലാദാഘോഷത്തിനുമെതിരെ നടന്നു വരുന്ന ഏതെല്ലാം ജൽപ്പനങ്ങളുണ്ടോ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളെ കുറിച്ച് വിവരമില്ലായ്മ മാത്രമാണെന്ന് ഓർമ്മപ്പെടുത്തി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീലാദാഘോഷം നമുക്കെല്ലാവർക്കും എല്ലാ നിലയിലും ആഘോഷിക്കുവാനും ഹബീബായ തങ്ങളുടെ പൊരുത്തം സമ്പാദിക്കുവാനും റബ്ബ് തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചു ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.